ഹായ് എവരി വൺ, എല്ലാവർക്കും നോക്ക് ദ റെസിപ്പീസ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സോയാ ചങ്ക് വെച്ചുള്ള ഒരു സ്പെഷ്യൽ ഗ്രേവി ടൈപ്പ് കറിയാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസിലേക്ക് പോകും മുമ്പേ വീഡിയോ മുഴുവൻ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ നേരെ ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 കപ്പ് സോയാ ചങ്ക്, 15 കാഷ്യൂനട്ട് സോക്ക് ചെയ്ത് വെച്ചത്. കാഷ്യൂനട്ട് ഒരു 10-15 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച ശേഷം ഫൈനായി അരച്ചെടുത്ത് ഇത് മാറ്റി വെക്കണം. 2 സവാള, 1 തക്കാളി. സവാള നല്ല ഫൈനായി ചോപ്പ് ചെയ്തും തക്കാളി നല്ല ഫൈനായി അരച്ചെടുത്തും വെക്കണം. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, 5 ഗ്രാമ്പൂ, 1 കഷ്ണം കറുവപ്പട്ട, 2 ഏലക്ക എന്നിവയാണ് ആദ്യം ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് സോയാ ചങ്ക് കുക്ക് ചെയ്തെടുക്കണം. ഇതിനായി സോയാ ചങ്ക്സ് ഞാനൊന്ന് ജസ്റ്റ് കഴുകിയ ശേഷം ഒരു പാത്രത്തിലിട്ട് 3 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 8 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇത് നല്ല കറക്റ്റ് വേവായി കിട്ടും. ഇനി ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കണം. സോയ ചൂടാറി കഴിഞ്ഞാൽ ഇത് നല്ലപോലെ പിഴിഞ്ഞ് ഇതിലെ വെള്ളമൊക്കെ നന്നായി കളഞ്ഞെടുക്കണം. അതിനുശേഷം ഞാനൊരു കത്രിക വെച്ച് ഈ സോയാ ചങ്ക്സ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഈ സോയാ ചങ്ക്സ് ഇനി മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് മസാലയൊക്കെ സോയാ ചങ്ക്സിൽ നന്നായി പിടിച്ചു കിട്ടും. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 1/2 കപ്പ് യോഗട്ട്, 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കസൂരി മേത്തി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് സോയ ചങ്ക്സ് നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. സോയ ചങ്ക്സ് ഇതുപോലെ 20 മുതൽ 30 മിനിറ്റ് വരെ മാരിനേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ വഴറ്റിയെടുക്കാം. അതിനായി ആദ്യം ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നാൽ നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ഇട്ടുകൊടുത്ത് മൂപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുത്താൽ നമുക്കിനി ചോപ്പ് ചെയ്ത് വെച്ച് സവാളയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. സവാള ഇതുപോലെ വാടി വന്നാൽ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒരു 2 മിനിറ്റ് കൂടി വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി അരച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ടൊമാറ്റോ പൂരിയിലെ വെള്ളമൊക്കെ നന്നായി വറ്റി കളറൊക്കെ മാറി ഇതുപോലെ തിക്കായാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച സോയാ ചങ്ക്സ് ചേർത്ത് നന്നായി എല്ലാം യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മൂടി വെക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാഷ്യൂനട്ട് പേസ്റ്റ് ആണ്. ഈ കാഷ്യൂനട്ട് പേസ്റ്റ് എടുത്തു വെച്ചിരുന്ന ഗ്ലാസ്സിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി കഴുകിയെടുത്ത് അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രേവിയുടെ ഉപ്പ് നോക്കി കുറവായി തോന്നിയത് കൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അവസാനമായി നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്താൽ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഗീ റൈസ് പോലുള്ള റൈസുകളുടെയും ഒക്കെ ഒപ്പം വിളമ്പാൻ പറ്റിയ ഒരു അടിപൊളി മസാലക്കറി ഇവിടെ റെഡി. ചിലർക്കൊക്കെ സോയാ ചങ്കിനോട് ഒരു താല്പര്യക്കുറവുണ്ടായിരിക്കും. കാരണം അതിനൊരു സ്മെല്ലും അതിന്റെ ടെക്സ്ചറും ഒക്കെ പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ നമ്മൾ ഈ രീതിയിൽ കറി വെക്കുകയാണെങ്കിൽ സോയാ ചങ്കിന്റെ യാതൊരുവിധ സ്മെല്ലോ ഒരു ടേസ്റ്റ് കുറവോ ഈ കറിക്ക് ഉണ്ടാവില്ല. കസൂരി മേത്തിയും ജീരകവും ജീരകപ്പൊടിയും ഒക്കെ ചേർക്കുന്ന കാരണം ഒരു നോർത്ത് ഇന്ത്യൻ ഗ്രേവി ടൈപ്പ് സോയാ ചങ്ക് കറി ാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.